മഴയുണ്ട് നന്നായിട്ട്. ആളുകൾ തിയേറ്ററിലേക്ക് മഴയെ അതിജീവിച്ച് വരുമോ? ആ ഭയങ്ങളുണ്ടോ? എനിക്ക് തോന്നുന്നു സിനിമ നല്ലതാണെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാൽ ആൾക്കാർ കാണാൻ ശ്രമിക്കും. ആ, ഇപ്പം എനിക്കൊന്ന് ജോസഫ് ഇതേ കണക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള സമയത്താണ് ഹർത്താലുള്ള ദിവസം റിലീസാവുന്നത്. ഹർത്താലിന്റെ സമയമായിരുന്നു, പിന്നെ മഴയുണ്ടായിരുന്നു. ഷാഹിയുടെ എഴുത്തിൽ പരാജയപ്പെട്ട നായകന്മാരാണുള്ളത് എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. ഈ പരാജയപ്പെടുക എന്നുള്ളത് വളരെ നാച്ചുറലി എഴുത്തിൽ വരുന്നൊരു എലമെൻ്റ് ആണോ? എനിക്ക് ചിലപ്പോൾ എൻ്റെ ഇഷ്ടങ്ങളുടെ പ്രശ്നമായിരിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടങ്ങൾ നല്ലതാണ്. കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ എല്ലാം വിജയിക്കുന്ന മനുഷ്യർ എന്ന് പറയുന്നതിനപ്പുറം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത സിനിമകൾ തന്നെ ആയിരിക്കാം അത്തരം കുറച്ചുകൂടെ റിയൽ ആയിട്ടുള്ള, അല്ലെ എല്ലാത്തിനെയും എതിർത്ത് വിജയിക്കാനൊന്നും പറ്റില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാം എന്ന് കരുതുന്നു. നായകന്മാരൊക്കെ അങ്ങനെയാണ്, മനുഷ്യരായിട്ടേ കാണുന്നുള്ളൂ, നായകനായിട്ട് കാണുന്നില്ല, എല്ലാവരും മനുഷ്യരാണെന്നുള്ള രീതിയിലാണ് കഥകൾ സെറ്റ് ചെയ്യാറുള്ളത്. ഈ റോന്തിനകത്ത് നിരീക്ഷണ പാഠവും വേണം ഒരു പോലീസുകാരനെന്ന് പറയുന്നൊരു വരിയുണ്ടല്ലോ. ഇപ്പോൾ സാധാരണ ഒരാൾ നിരീക്ഷിക്കുന്നതും ഒരു പോലീസുകാരൻ നിരീക്ഷിക്കുന്നതും തമ്മിൽ എന്തൊക്കെയാണ് വ്യത്യാസം ഉണ്ടാവുക? പോലീസുകാരൻ്റെ ജോലി തന്നെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. ഓക്കെ. സാധാരണക്കാരന് ഇപ്പം അവർക്ക് ആ താല്പര്യമുള്ള കാര്യങ്ങളെ ഒബ്സർവ് ചെയ്താൽ മതി. പോലീസുകാരനെ സംബന്ധിച്ചുള്ളത് ചുറ്റുവട്ടം നടക്കുന്ന കാര്യങ്ങളെല്ലാം ഒബ്സർവ് ചെയ്യണം. ഇപ്പോൾ നൈറ്റ് പെട്രോളിംഗ് ആണെങ്കിൽ ആ വഴി നിൽക്കുന്ന മനുഷ്യർ അവിടെ എങ്ങനെയുള്ളതാണ് മനുഷ്യരാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ അലമ്പായിട്ടുള്ള മനുഷ്യരുണ്ടോ, അങ്ങനെയൊക്കെയുള്ള പല രീതിയിൽ ചിന്തകൾ. അത് ഓരോ സെറ്റും മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു കുറ്റാന്വേഷണമാണെങ്കിൽ അടുത്ത ലെവലായിരിക്കും ഒബ്സർവേഷൻ. പോലീസുകാരുടെ കഥാപാത്രങ്ങൾ എഴുതുന്ന സമയത്ത് ഇപ്പം ഈ 4 കഥകളിലും ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ മാത്രമാണ് കുറച്ച് കറപ്റ്റായിട്ടുള്ള ഒരു ഏരിയ വന്നത്. ബാക്കിയുള്ളതിൽ അങ്ങനെ കറപ്റ്റായ പോലീസുകാർ അങ്ങനെ എഴുതി വെച്ചതായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഈ കൈക്കൂലി വാങ്ങിക്കുന്നൊരു സീക്വൻസ് ഒന്നും ആ സിനിമകളിൽ വന്നതായിട്ടും തോന്നിയിട്ടില്ല. പക്ഷെ മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള പോലീസ് കഥകളിലൊക്കെ അങ്ങനെ ഒരു പോലീസ് ഓഫീസറൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു ദുഷ്ടനായ പോലീസുകാരൻ വേണ്ട എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഒരു കഥയല്ലേ എഴുതുന്നത്, അപ്പോൾ അതിൻ്റെ അകത്ത് ആ കഥയ്ക്ക് ആവശ്യമുണ്ടെങ്കിലല്ലേ അങ്ങനെ കഥാപാത്രങ്ങളെ ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ. ഇപ്പം ജോസഫ് കൊണ്ട് അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടായതുകൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടോ ആ സിനിമയ്ക്ക്? ഇപ്പം ഓഫീസർ ഓൺ ഡ്യൂട്ടിക്കകത്ത് കറപ്റ്റഡായ ഒരാളെന്ന് പറയുന്നത് അങ്ങനെ കാണിക്കുന്നുണ്ട്. മനുഷ്യരല്ലേ എല്ലാത്തിലും. ഇപ്പോൾ പോലീസും ഏത് വകുപ്പെടുത്താലും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ വരുന്നത്. ഓരോരുത്തരും അവരുടെ സ്വഭാവം ഉണ്ടാകും. പക്ഷേ എൻ്റെ സിനിമയിൽ അങ്ങനെ ആൾക്കാർ വരേണ്ട സാഹചര്യം വന്നില്ല, അതുകൊണ്ട് ഇതുവരെ വന്നില്ല എന്നുള്ളൂ. സസ്പെൻഡ് ആയിട്ടുള്ളൊരു പോലീസുകാരൻ, പിന്നെ അയാൾക്ക് എന്തെങ്കിലും ഒരു ഭയങ്കര വലിയൊരു കേസ് വരുന്നു. അപ്പോൾ ഉള്ള ഫോഴ്സിൽ ആർക്കും ആ കേസ് തെളിയിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. അപ്പോൾ അയാൾ വരുന്നു, ആ കേസ് അയാൾ ജയിക്കുന്നു. അല്ലല്ല, ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ ആയിരിക്കും പലപ്പോഴും ആ കേസിൻ്റെ പ്രശ്നം. ഇങ്ങനെയായിരുന്നു പോലീസ് സ്റ്റോറികളിൽ ഒരു പൊതുധാര ഉണ്ടായിരുന്നു ഒരു സമയത്ത്. ഇത് എലമെൻസ് ആയിരുന്നു, കോമൺ എലമെൻസ് ആയിരുന്നു. അതെപ്പോൾ മുതലാണ് ശ്രദ്ധിച്ചു തുടങ്ങി? അപ്പോൾ മുതൽ ആ എഴുത്തിലത് വേണ്ടെന്ന് ബോധപൂർവ്വം ഒഴിവാക്കാൻ തുടങ്ങി? ഇത് ജോസഫ് ഫോട്ടാണ്. അപ്പോൾ ജോസഫ് എഴുതാൻ നേരം നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് എന്നോട് ഒരു കുറ്റാന്വേഷണ സിനിമ എഴുതാമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ എഴുതുന്നൊരു സിനിമയാണ്. അപ്പം ഇതിന് മുമ്പ് വന്ന എല്ലാം ഒന്ന് മാറാം എന്നുള്ള ചിന്തയാണ്. അതിൻ്റെ അകത്ത് ഇപ്പം ഒരു പോലീസുകാരൻ വേണേൽ ഇൻവെസ്റ്റിഗേറ്റർ ആക്കാം, ഓക്കെ, വേണേൽ സസ്പെൻഷനിലാക്കാം, ചിലപ്പോൾ ലൈവ് ആക്കാം. പക്ഷേ അത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒത്തിരി. അപ്പോൾ ഇതുവരെ ഒരു റിട്ടയർഡായ അങ്ങനെയുള്ള മനുഷ്യരെ കണ്ടിട്ടില്ല. പിന്നെ എനിക്കത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മളുടെ സ്റ്റേഷനുകളിലെല്ലാം ഏതെങ്കിലും കള്ളന്മാരോ എന്തെങ്കിലും ബ്രേക്കിങ് എന്തെങ്കിലുമൊക്കെ നടക്കുമ്പം മുമ്പ് സ്ക്വാഡിൽ വർക്ക് ചെയ്ത ആൾക്കാരെ വിളിച്ച് അവരെക്കുറിച്ച് ഡീറ്റെയിൽസ് ഇറക്കാറുണ്ട്. പിന്നെ അവർക്ക് കൃത്യം അറിയാം ഇന്ന സ്ഥലങ്ങളിൽ അവരുണ്ടാവും ഇന്ന സമയങ്ങളിൽ. അപ്പം അങ്ങനെ ഒരാൾ നായകനാണോ എന്ന് ചിന്തിച്ചു. രണ്ടാമത് ഈ പറഞ്ഞ തന്നെയാണ്, നമ്മൾ കാണുന്ന മലയാളത്തിൽ എനിക്ക് തോന്നുന്നു 90% സിനിമകളിലും അവിഹിതവുമായി റിലേറ്റ് ചെയ്തിട്ടാണ് ക്രൈം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സിനിമയ്ക്ക് അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ നമ്മൾ മുമ്പുണ്ടായിരുന്ന സാധനങ്ങൾ വേണ്ടാന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായി ഉണ്ടായതാണ് ജോസഫ്. അപ്പോൾ ഈ ഒരു അവിഹിത എലമെന്റ് വരുന്നുണ്ടല്ലോ, അപ്പോൾ അത് ചിന്തയിൽ കടന്നു പോയിട്ടുണ്ടായിരുന്നോ? സിനിമയിൽ ഒരു കേസ് അന്വേഷണം ഓക്കെ, നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ഞാൻ സിനിമയുടെ പേര് പറഞ്ഞാൽ എല്ലാ സിനിമയിലും കൊലപാതകം അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഒരു അവിഹിതം റിലേറ്റഡ് ആയിരിക്കാം. അങ്ങനെ അതൊരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ്. എലവിട പുഞ്ചിറ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സിനിമ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതെ 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 അതെ. റോന്തിനകത്ത് ഒരു സീനിയർ പോലീസുകാരനും ഒരു ജൂനിയർ പോലീസുകാരനും തമ്മിലൊരു കോൺഫ്ലിക്റ്റ്, അതായത് ഒരാളുടെ എക്സ്പീരിയൻസ് മറ്റൊരാളുടെ എക്സ്പീരിയൻസ് ഇല്ലായ്മ, ഇത് ജീവിതത്തിൽ നിന്ന് എത്രമാത്രം വന്നിട്ടുണ്ട് സിനിമയുടെ അകത്ത്? ഞാൻ പലപ്പോഴും ഡ്രൈവർ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. ഓക്കെ. 24 മണിക്കൂർ വണ്ടി ഓടിക്കാറുണ്ടായിരുന്നു. 24 മണിക്കൂർ? അന്ന് ചെറിയ സ്റ്റേഷനായതുകൊണ്ട് 24 മണിക്കൂർ വണ്ടി ഓടിക്കുക, നെക്സ്റ്റ് 24 മണിക്കൂർ റെസ്റ്റ്, വീണ്ടും 24 മണിക്കൂർ വണ്ടി ഓടിക്കുക. അങ്ങനെ ഞാൻ കുറച്ചാൾ പോയിട്ടുണ്ട്. അപ്പോൾ അത് അല്ലാതെ ചങ്ങനാശ്ശേരി അതിന് മുമ്പും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ നൈറ്റ് പെട്രോളിങ് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം പല ഓഫീസർമാർ വരും നമ്മുടെ ഇവിടെ, പലരും പല സ്വഭാവങ്ങളും പല രസങ്ങളും ഉള്ള മനുഷ്യരാണ്. പിന്നെ നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളും പല രീതിയിലുള്ളതാണ്. അപ്പോൾ ഇതൊരു സിനിമയാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. റോഷൻ്റെ ഭാഗങ്ങൾ എന്ന് പറയുന്ന ഏറെക്കുറെ ഞാനുമായിട്ട് റിലേറ്റ് ചെയ്യാം, അല്ലെ എൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന ആളുടെ പെർസ്പെക്റ്റീവ് ഉണ്ടാവാം.
എന്നുവെച്ചാൽ ഫുൾ എൻ്റെ അല്ല, ഇത് പല പല സംഭവങ്ങളും പല പല പിന്നെ എന്താ പറയുക നമ്മൾ ഉണ്ടാക്കിയെടുത്ത കഥകളുണ്ട് ഇതിൻ്റെ അകത്ത്, റിയലുണ്ട്, ഫിക്ഷനുണ്ട്, എല്ലാം ഉള്ള ഒരു ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണ്. കുറേ പേരുടെ റെഫറൻസുകളുണ്ട്, അതെല്ലാം മറ്റേ ഓഫീസർമാരുടെ പലരുടെ സ്വഭാവങ്ങൾ ദിലീഷ് പോത്തന് എൻ്റെ ക്യാരക്ടറിന് കൊടുത്തിട്ടുണ്ട്. റോഷൻ ഏറെക്കുറെ ഞാൻ തന്നെയാണ് എന്നുള്ള രീതി കാണാം. ഈ കുഴി ചാടിച്ചിട്ടൊരു ചെറിയ വിജയം നേടിയതിൻ്റെ ഒരു ചിരി ഉണ്ടല്ലോ റോഷന്, അങ്ങനെ സന്തോഷിച്ചിരുന്ന ഒരു ഷാഹി കബീർ ഉണ്ടായിരുന്നു. ആ തീർച്ചയായും. ചില ഓഫീസർമാർ വണ്ടി കയറിയിരുന്ന് അങ്ങ് ഫുൾ ടൈം ഉറങ്ങും, പിന്നെ അവരുടെ പണി കൂടെ നമ്മൾ ചെയ്യണം, പട്ടാപ്പൊക്കെ ഒപ്പിടണം എല്ലാം. അപ്പം അത് നമുക്ക് ഡിസ്റ്റർബൻസ് ആകുമ്പോൾ ചെറുതായിട്ട് കൊണ്ട് കല്ലി കൊണ്ട് കയറ്റാറുണ്ടായിരുന്നു. രാത്രി ഇപ്പോൾ ഒരു ദിവസം മുഴുവൻ നമ്മളെ അവൈക്ക് ആവുകയാണല്ലോ. അപ്പോൾ ഞാനൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഇവിടെ ഇനി ക്രൈം ഉണ്ടാവുമോ, അപ്പോൾ അവിടെ ഇനിയിപ്പോൾ ഈ ജ്വല്ലറിയുടെ അടുത്ത് നിൽക്കുന്ന ഒരാൾ സംശയാസ്പദമായിട്ട് ആ ജ്വല്ലറി കുത്തിപ്പൊളിക്കാനായിരിക്കും നിൽക്കുക, അപ്പുറത്തെ ഒരു ലേഡി നിൽക്കുന്നുണ്ട്, അപ്പോൾ അവരെ ഇനിയിപ്പോൾ ആരെങ്കിലും അസോൾട്ട് ചെയ്യാൻ വരും. ഇത്രയൊക്കെ നമ്മളിപ്പോൾ ഞാൻ പോലീസുകാരാണെങ്കിൽ ചിലപ്പോൾ ആലോചിക്കുന്നത് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഷാഹി വണ്ടി ഓടിക്കുമ്പോഴും അതങ്ങനെ ആലോചിച്ചിട്ട് തന്നെയായിരുന്നു ഓടിച്ചു പോയിരുന്നത്. ഇല്ല, അത് നിങ്ങൾ ചിന്തിക്കുന്ന കണക്ക് എവറി ടൈം നമ്മൾ നോക്കുന്നില്ല. ഇപ്പം നമ്മളുടെ നൈറ്റ് പെട്രോളിംഗ് എന്ന് പറയാമല്ലോ, 10 മണിയൊക്കെ ശേഷമാണ്, ഒരു 11-12 മണിക്ക് ശേഷമാണ് വിജനമാവുന്നത്. അതിനുശേഷം നമ്മൾ എവിടെയെങ്കിലും കടത്തുന്നതിൽ ആരെങ്കിലും കണ്ടാൽ നമ്മൾ വിളിച്ച് ചോദിക്കും, അവർ ഡീറ്റെയിൽസ് ചോദിക്കുക, എന്താണെന്ന് ചോദിക്കും. പിന്നെ നമ്മൾ രാത്രി കാണുന്നവരെല്ലാം ചെക്ക് ചെയ്യുന്നത് അതിനുവേണ്ടിയാണ്. രാത്രി വണ്ടിയൊക്കെ പെട്ടിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ ആ എഴുതിയെടുക്കുന്നത് നാളെ എന്തെങ്കിലും പരിചയമില്ല, എന്തെങ്കിലും ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം അവർ പോകുന്ന വണ്ടിയാവാം, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ റൊട്ടീനാണത്. പിന്നെ നമുക്ക് വരുന്ന കോളുകളാണ്, ഇന്ന സ്ഥലത്തൊരു വിഷയമുണ്ട്, അപ്പോൾ നമ്മൾ അവിടെ പോകുന്നു. അങ്ങനെയുള്ള പരിപാടികളാണ് നൈറ്റ് പെട്രോളിങ്. രാത്രി മൊത്തം കള്ളനെ തപ്പി നടക്കലല്ല, ചെക്ക് ചെയ്യാണ്. പിന്നെ ഈ ആരാധനാലയങ്ങളെല്ലാം മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് സെർച്ച് ചെയ്യണം. ATMs, ബാങ്ക്, ഇങ്ങനെ ഒരു 10-34 പട്ടാ ബുക്കുകളുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന ആ സമയത്ത് അവിടെ പരിശോധിച്ചു, അവിടെ കുഴപ്പമൊന്നുമില്ല എന്ന് നമ്മൾ എഴുതി വയ്ക്കണം. അത് ഈ 10-36 എണ്ണം കാണും. ഈ 36 എന്ന് വെച്ചാൽ ഈ സ്റ്റേഷൻ മൊത്തം റൗണ്ട് ചെയ്യും. അപ്പോഴത്തെ ഒരു രാത്രി നമ്മൾ ഇത്ര ഒപ്പിട്ട് തീരുമ്പോൾ നമ്മൾ ആ സ്റ്റേഷൻ്റെ ഫുൾ പരിധി പോയിട്ടുണ്ടാവും. ഇപ്പോൾ സാധാരണ ആളുകൾക്ക് ഇപ്പോൾ ഒരു 8 മണിക്കൂർ ഉറക്കം, 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ റീക്രിയേഷൻ, അതായത് എൻ്റർടൈൻമെൻറ്റ്, സിനിമ കാണൽ, കുടുംബത്തിനൊപ്പം സമയം ചെലവഴിക്കുക, അങ്ങനെയാണല്ലോ. ഇപ്പോൾ 24 മണിക്കൂറൊക്കെ ജോലി ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് പിറ്റേ ദിവസത്തെ, അതായത് 24 മണിക്കൂർ ജോലി കഴിഞ്ഞുള്ള പിറ്റേ ദിവസം ഉണ്ടല്ലോ, അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ? നമ്മൾ ഒന്നിനും കൊള്ളില്ല. നേരെ പോവുക, കിടക്കുക, പിന്നെ പിറ്റേന്ന് രാവിലെ ഒന്ന് ഉണർന്ന് റെഡിയായി വരാൻ നേരം അടുത്ത പണിയായി. എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ് ആക്ച്വലി. ശരിക്കും 12 മണിക്കൂറിൽ കൂടുതലൊക്കെ വണ്ടി ഓടിക്കേണ്ടി വരിക എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടുള്ള പണിയാണ്. കാരണം പോലീസിന് മാത്രമാണ് അതില്ലാത്തത്. ബാക്കി എല്ലാ ജോലിക്കും 8 മണിക്കൂർ ഇതുണ്ട്. നമുക്കങ്ങനല്ല. 8 മണിക്കൂർ സ്റ്റേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും 8 മണിക്കൂർ ഒരിക്കലും കിട്ടാറില്ല. ഇനി അതല്ല, ഇനി ഞാൻ ആ ഡ്യൂട്ടി അല്ല, ഡ്രൈവറുടെ പണിയല്ല ചെയ്യുന്നതെങ്കിൽ തന്നെ രാവിലെ 8 മണിക്ക് സ്റ്റേഷനിൽ കയറണം. എങ്ങനെയായാലും അന്ന് നോർമൽ ഡ്യൂട്ടി ആണെങ്കിൽ വൈകിട്ട് 8 മണി വരെ ആവും. അപ്പോൾ തന്നെ 12 മണിക്കൂർ നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്. ഇറങ്ങി പോകുമ്പോൾ ഒരു സമയമാവുകയും ചെയ്യും. 8 മണിയെന്നെല്ലാം പറയുന്നതാണ്. പക്ഷേ അന്ന് ഇപ്പം കേസുകൾ ഉണ്ടല്ലോ, സുമോട്ടോ കേസ് എന്ന് പറയും. ഇപ്പം മദ്യപിച്ച് വാഹനം ഓടിക്കണം. അന്ന് ആ 2 കേസ് കിട്ടിയില്ലെങ്കിൽ അത് കിട്ടുന്നിടം വരെ നമ്മളവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ 10 മണിയായിരിക്കും. അത് നോർമൽ പല പല ജോലിക്കും ഒരു 8 മണിക്കൂർ പണിയെടുത്ത ദിവസങ്ങളില്ല ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട്. മിനിമം 12 നമ്മൾ ഈ കൂട്ടുകാരൊക്കെ ചെക്കിങ്ങിനൊക്കെ പോലീസുകാർ നിൽക്കുന്ന സമയത്ത് പറയുന്നൊരു വരിയുണ്ട്, മാസാവസാനമായി അവർക്ക് ടാർഗറ്റ് മുട്ടിക്കണം എന്ന്. ശരിക്കും അങ്ങനെ പോലീസിലൊരു ടാർഗറ്റ് മുട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ചെക്കിങ് അങ്ങനെ ഒരു പ്രക്രിയ ഉണ്ടോ? എനിക്കറിയാവുന്നിടത്തോളം പോലീസുകാർ ഈ വഴിയിൽ നിന്ന്, കേരള പോലീസിൻ്റെ കാര്യം പറയാം, വഴിയിൽ നിന്ന് ഒരാളുടെ ഒരു 100 രൂപ വാങ്ങിക്കേണ്ട ആവശ്യമുള്ള ഒരു പോലീസുകാരനും ഇല്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അല്ല കൈക്കൂലി ആയിട്ടല്ല, പെറ്റ് പിടിക്കേണ്ടത് ഒരു എണ്ണം ഉണ്ട്, അങ്ങനെ തയ്ക്കാൻ വേണ്ടിയിട്ട് മാസാവസാനം ധാരണയുണ്ട് ആളുകൾ. അല്ല, അത് ഒരു സമയം വരെ കറക്റ്റ് ആണെന്ന് വെച്ചാൽ ഓരോ SIക്കും സുമോട്ടോ കേസുകൾ എന്ന് പറയുന്നത് എന്നത് പെറ്റി ഫൈനിലോട്ട് പോകുന്ന കേസുകളാണ്. മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയ ഒരാൾ, അല്ലെങ്കിൽ മദ്യപിച്ച് വാഹനം ഉണ്ടാക്കി. അപ്പോൾ അത്തരം കേസുകൾ ഒരു 4-5 എന്തായാലും ഒരു സ്റ്റേഷനിൽ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ പോലീസിൻ്റെ പണി നടക്കുന്നില്ലെന്നാണ് പറയുന്നത്. കാരണം ഈ ചെക്കിംഗ് ഒക്കെ നമ്മൾ വഴി നിൽക്കുമ്പോൾ പോലീസിൻ്റെ പ്രസൻസ് ആണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ കൂടെ ചിന്തിക്കുക. ഈ മോശം പ്രവൃത്തികളോ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ വരുമ്പോൾ പോലീസിൻ്റെ പ്രസൻസ് ഒരു വലിയ മാറ്ററാണല്ലോ. അവരെ അത്ര സ്ഥലങ്ങളിൽ നിന്ന് മാറാൻ പ്രേരിപ്പിക്കും. അപ്പോൾ ആ ചെക്കിംഗ് ഒരു പ്രസൻസിൻ്റെ ഭാഗമാവാം, എല്ലാം ആവാം. ഈ പോലീസ് ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഇന്ന ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണോ പോലീസ് ജോലിക്ക് കയറുന്നത്? അങ്ങനെ ഗുണങ്ങളായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിരുന്നു? എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു ഇത്രയും ഭീകരമായ ട്രെയിനിങ് ഉണ്ടെന്നൊക്കെ. ഞാൻ ഭയങ്കര പോലീസുകാരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അവിടെ ട്രെയിനിങ്ങിന് ചെല്ലുമ്പോഴാണ് 210 വർക്കിംഗ് ഡേ എന്ന് പറയും. മിനിമം ഒരു 9 മാസം. ഈ സമയങ്ങളിൽ നമ്മൾ വെളിയിൽ ആരെയും കാണുന്നില്ല. രാവിലെ 5 മണിക്ക് എണീക്കുന്നു. ഞാൻ ജീവിതത്തിൽ എൻ്റെ തുണി അലക്കാത്ത ആളായിരുന്നു. തുണി അലക്കാൻ തുടങ്ങി, പാത്രം കഴുകാൻ തുടങ്ങി, ഗ്രൗണ്ടിൽ പോവുക, പരേഡ്, എക്സർസൈസ്. ഇനി എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ പോലീസിലൊരു ശിക്ഷ ഒരാൾക്കല്ല, എല്ലാവർക്കും കൂടെ ഒരുമിച്ചാണ്. അത് ആര് തെറ്റ് കാണിച്ചാലും.
അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് 6 മാസം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വേണ്ടാന്ന് വെച്ച് ഞാൻ അതിന് മുമ്പ് മെഡിക്കൽ റപ്പായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ശമ്പളം കിട്ടിപ്പോയ ആളായിരുന്നു. ഓക്കെ. അപ്പം സർക്കാർ ജോലി എന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ പോകുന്നതാണ്, സേഫ്റ്റി എന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷേ എനിക്ക് വർക്കാവുന്നൊരു സ്ഥലമല്ലായിരുന്നു പോലീസ് എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ഈ സ്പേസ് എനിക്ക് പറ്റുന്നില്ല, ഇത് ഞാനും ഇതും ഭയങ്കര ദൂരെയാണ്, ഒരിക്കലും എനിക്ക് അവിടേക്ക് എത്താൻ പറ്റില്ല, എനിക്ക് ഇതിനോട് നീതി പുലർത്താൻ പറ്റില്ല, അങ്ങനെ തോന്നിയൊരു ഒരു സ്പെസിഫിക് ദിവസമോ അല്ലെങ്കിൽ ഒരു ചെയിൻ ഓഫ് ഇവൻസോ ഉണ്ടോ? ചെയ്യുന്നില്ല. ആദ്യ സമയങ്ങളിലൊക്കെ രസമായിരുന്നു ക്യാമ്പിലെ ജീവിതങ്ങൾ. നമുക്ക് ഉത്തരവാദിത്വം, വീട്ടിൽ പോകാനൊന്നും പറ്റില്ല, പക്ഷേ നമുക്ക് എന്താ പറയുക, നമ്മളൊരു നാട്ടിൻപുറത്തിരിക്കുന്ന കണക്കാണ്. പല സ്വഭാവമുള്ള 100 പേരോളം നമ്മുടെ ഇവിടെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളൊരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട് ക്യാമ്പിൻ്റെ അകത്ത്. എന്താ ക്യാമ്പിനകത്ത് സന്തോഷം? ക്യാമ്പിൻ്റെ സന്തോഷം നമുക്ക് ക്രിക്കറ്റ് കളിക്കാൻ, വൈകിട്ടാകുമ്പോൾ നമ്മൾ ക്രിക്കറ്റ് കളിയുണ്ട്, അല്ലെങ്കിൽ ക്യാരംസ്, ചെസ്സ്, ഞാൻ പറഞ്ഞ പല രീതിയിലുണ്ട്. പല ഇപ്പം ഞാനിപ്പോൾ ഒരു സിനിമാക്കാരനായെങ്കിൽ ക്യാമ്പിലെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. കാരണം ക്യാമ്പിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ ബാച്ചിലെ നിതീഷ് സാറുമായിട്ട് പരിചയപ്പെടുന്നത്. നിതീഷ് എലവേട പുഞ്ചറ സ്ക്രീൻ പ്ലേ റൈറ്റേഴ്സ് ഒരാൾ, പിന്നെ എൻ്റെ സീനിയറായിട്ടുള്ള മാരാ ഷായ് സാറ്. അപ്പോൾ ഞങ്ങളുടെ സിനിമ കാണാൻ പോക്കുണ്ടായിരുന്നു. അന്ന് പത്തനംതിട്ട മണിയാർ ക്യാമ്പിൽ നിന്ന് ഞങ്ങൾ പുതിയ സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഷോയ്ക്ക് പത്തനംതിട്ട വരെ പോകുമായിരുന്നു. പിന്നെ സിനിമാ സംസാരം, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായി. അത് ഞങ്ങൾ എയർ ക്യാമ്പിൽ വന്നപ്പോൾ തുടർന്നു. അതിൻ്റെ ഭാഗമായാണ് ഞാനുമൊക്കെ സിനിമയിൽ വന്നു എന്ന് പറയാവുന്നത്. ആദ്യമായിട്ട് ഇത്തരം കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഞാനാണ്. എൻ്റെ കഥകളല്ല, നമ്മളുടെ ഒരു എക്സർസൈസ് ആയിരുന്നു. ഇങ്ങനെ ഒരു സിനിമ എന്തുകൊണ്ടത് ഇങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ നന്നായേനെ, ചിലപ്പോൾ ആ സിനിമ പരാജയപ്പെട്ട് ഇന്ന കാരണങ്ങൾ കൊണ്ട് അങ്ങനെയുള്ള ചിന്തകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പയ്യെ സിനിമയിലോട്ട് വന്നത് എങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആ ഒരു കാലം എനിക്ക് ഭയങ്കര രസമായിരുന്നു, ഇവരൊക്കെ ഉള്ളതുകൊണ്ട് ക്യാമ്പിൽ നിന്ന്. ഞാൻ ലോക്കൽ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞപ്പം എനിക്ക് ഒട്ടും പറ്റാത്തൊരു സ്ഥലമാണെന്ന് മനസ്സിലായി. കാരണം ഈ പറയുന്നതാണ് ഡ്യൂട്ടി ടൈം 1, 2 നമ്മൾക്ക് നല്ല കാര്യമൊന്നും കാണുന്നില്ലല്ലോ ലൈഫിൽ. ഒരു പോലീസ് സ്റ്റേഷനിൽ തമാശയായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല, ചിരി ഉണ്ടാവുകയില്ല. നമുക്ക് ചിരി ഉണ്ടാവില്ല. ഇപ്പം നിങ്ങളൊരു ആക്ഷൻ ഹീറോ ബിജു എന്ന് തന്നെ പറയാം. അപ്പം അതിൻ്റെ അകത്ത് വെളിയിൽ നിന്ന് നോക്കുന്നവർക്കാണ് ചിരി. അതെ, അതിൻ്റെ അകത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ച് ഇതെല്ലാം നെഗറ്റീവ് തന്നെയാണല്ലോ. കേൾക്കുന്നതും കാണുന്നതും എല്ലാം നെഗറ്റീവ് തന്നെയാണ്. ഡീൽ ചെയ്യേണ്ടി വരുന്നതും നെഗറ്റീവുകളോട്. അഞ്ചാതെ എന്ന് പറഞ്ഞിട്ട് മിഷ്കിൻ സാറിൻ്റെ ഒരു സിനിമയുണ്ട്. അപ്പോൾ ആ സിനിമയകത്ത് കുറേ കാലത്തിന് ശേഷം നരയൻ പോലീസ് ഓഫീസറാണ്, വീട്ടുകാരുടെ കൂടെ ഭക്ഷണം കഴിക്കാന്ന് വെച്ചിട്ട് അപ്പോൾ അവർ ഈ ചിക്കനും മീനും ഒക്കെ നിരത്തി വെച്ചിട്ട് കഴിക്കാൻ വേണ്ടി ഇരിക്കുക. അപ്പോൾ ഉണ്ണാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഉരുട്ടുമ്പോഴേക്കും കോൾ വരികയാണ്, ഒരു സീരീസ് ഓഫ് മർഡേഴ്സ് നടക്കുന്നു, നിങ്ങൾ ഇപ്പോൾ തന്നെ വരണമെന്നുണ്ട്. അപ്പോൾ ചോറ് അവിടെ ഇട്ടുമ്പോഴേക്കും അച്ഛൻ യൂണിഫോമായിട്ട് വരികയാണ്. അങ്ങനെ സന്തോഷിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു ദിവസത്തിൽ നിന്ന് പെട്ടെന്ന് ജോലിക്ക് കയറി വേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഞങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ ഇടയ്ക്ക് ലാസ്റ്റ് തന്നെ പറഞ്ഞായിരുന്നു, അക്കാഡമി വെച്ചിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു ഒരു ഓണത്തിന് 3 ദിവസം ബ്രേക്ക് ചെയ്യാണ് ട്രെയിനിങ്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ ഓണം കൂടുതൽ ഇതായിരിക്കാം. കറക്റ്റാണ്. ഓണത്തിന് എത്ര പേർക്ക് അവധി കൊടുക്കാൻ പറ്റും? പിന്നീട് അങ്ങോട്ട് നമുക്കൊന്നും അവധി കിട്ടാറില്ല ഓണത്തിനൊന്നും. അല്ലെ ഒരു നല്ല ദിവസങ്ങളിലും അവധി കിട്ടാനുള്ള ഒരു സാധ്യതയില്ല. കാരണം പിന്നീട് നമ്മൾ പോലീസായി കഴിഞ്ഞാൽ പലവരുടെ നമ്മൾ റെസ്ട്രിക്റ്റഡ് ആകാൻ തുടങ്ങും. പണ്ട് ഒരു ഉത്സവപ്പറമ്പിലൊക്കെ പോയി ഗാനമേളയ്ക്കൊക്കെ തുള്ളിക്കൊണ്ട് നടന്ന എനിക്കൊക്കെ പോലീസായതിനു ശേഷം ആ സ്പേസ് അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. കാരണം അവിടെ എന്ത് പ്രശ്നം നടന്നാലും നമ്മളതിൻ്റെ അകത്ത് പെട്ടുപോയാൽ നമ്മളാവും പ്രതി എന്ന് പറയുന്നൊരു രീതിയുണ്ട്. അപ്പം നമ്മൾ തന്നെ റെസ്റ്റ്, നമ്മുടെ എല്ലാ ഹാപ്പിനെസ്സിൽ നിന്ന് നമ്മൾ പോലീസിലായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്രീഡം ഇല്ല, അങ്ങനൊരു പ്രശ്നമുണ്ട് പോലീസിന്.